വെൽക്കം ടു മൈ ചാനൽ വോയിസ് ഓഫ് വേൾഡ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദർ ഈസ്, ദർ ആർ എന്നിവയുടെ യൂസേജാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒരു സ്ഥലത്ത് ഒരു സാധനം ഉണ്ട് എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ് ദർ ഈസും ദർ ആറും. സിംഗുലർ ആണെങ്കിൽ ദർ ഈസും, പ്ലൂറൽ ആണെങ്കിൽ ദർ ആറും. നമുക്ക് ഉദാഹരണം നോക്കാം, പെട്ടെന്ന് കാര്യം മനസ്സിലാവും. മേശയുടെ മേൽ ഒരു പേനയുണ്ട്. ഇതെങ്ങനെ പറയാം? ഇവിടെ നമ്മൾ ഒരു പേനയാണുള്ളത്, അതുകൊണ്ട് ഇവിടെ സിംഗുലറാണ്. അതുകൊണ്ട് നമുക്കിവിടെ ദർ ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ദർ ഈസ് എ പെൻ ഓൺ ദ ടേബിൾ. എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട്. ഇത് പ്ലൂരലാണ്, അതുകൊണ്ട് ഇവിടെ ദർ ആർ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ദർ ആർ 5 members in my home. There are 5 members in my home. ഇനി അടുത്തതാണ് ഇല്ല. ഒരു സ്ഥലത്ത് ഒരു സാധനം ഇല്ല എന്ന് പറയാൻ there is no അല്ലെങ്കിൽ there are no. സിംഗുലർ ആണെങ്കിൽ there is no, പ്ലൂറൽ ആണെങ്കിൽ there are no. നമുക്ക് ഉദാഹരണം നോക്കുമ്പോൾ പെട്ടെന്ന് കാര്യം മനസ്സിലാകും. മേശയുടെ മേൽ ഒരു പേനയില്ല. ഇവിടെ ഒരു പേനയാണ്, ഇവിടെ സിംഗുലറാണ്. അപ്പോൾ ഇവിടെ ദർ ഈസ്. അപ്പോൾ എങ്ങനെ പറയാം? ദർ ഈസ് നോ എ പെൻ ഓൺ ദ ടേബിൾ. ദർ ഈസ് നോ എ പെൻ ഓൺ ദ ടേബിൾ. മറ്റൊരു ഉദാഹരണം, എൻ്റെ വീട്ടിൽ ആരുമില്ല. ദർ ഈസ് നോബഡി ഇൻ മൈ ഹോം. ദർ ഈസ് നോബഡി ഇൻ മൈ ഹോം. അടുത്ത ദർ ആർ നോയിൽ നോക്കാം. എൻ്റെ വീട്ടിൽ 5 അംഗങ്ങളില്ല. ഇവിടെ പ്ലൂരലാണ്, അതുകൊണ്ട് ദർ ആർ നോ. ദർ ആർ നോ 5 members ഇൻ മൈ ഹോം. ദർ ആർ നോ 5 members ഇൻ മൈ ഹോം. മറ്റൊരു എക്സാമ്പിൾ, ഈ പരിപാടിയിൽ ധാരാളം ജനങ്ങളില്ല. പ്ലൂരലാണ്, അതുകൊണ്ട് there are no so many people in this program. There are no so many people in this program. നമുക്ക് ഉണ്ടോ എന്നത് ചോദിക്കാൻ there isഉം there areഉം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടോ. പ്ലൂറലിൻ്റെ കൂടെ are thereഉം സിംഗുലറിൻ്റെ കൂടെ is thereഉമാണ് വേണ്ടത്. ഇവിടെ ഈസിനെ ദറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായി മാറും. ഉദാഹരണത്തിലേക്ക് എടുക്കാം. മേശയുടെ മേൽ ഒരു പേനയുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഈസ് ദർ എ പെൻ ഓൺ ദ ടേബിൾ. ഈസ് ദർ എ പെൻ ഓൺ ദ ടേബിൾ. നിൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ ചോദിക്കാം? ഈസ് ദർ എനിബഡി ഇൻ യുവർ ഹോം. ഈസ് ദർ എനിബഡി ഇൻ യുവർ ഹോം. അടുത്തത് ആർ ദർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. നിൻ്റെ വീട്ടിൽ 5 അംഗങ്ങളുണ്ടോ? ഇതെങ്ങനെ ചോദിക്കാം? ആർ ദർ 5 members ഇൻ യുവർ ഹോം. ആർ ദർ 5 members ഇൻ യുവർ ഹോം. മറ്റൊരു ഉദാഹരണം, ആ പരിപാടിയിൽ ധാരാളം ആളുകളുണ്ടോ എന്നതെങ്ങനെ ചോദിക്കാം? ആർ ദർ so many people in that program. Are there so many people in that program? നെക്സ്റ്റ് ആണ് WH ക്വസ്റ്റ്യൻ. ഈസ് ദറും ആർ ദറും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് WH ക്വസ്റ്റ്യൻസ് നിർമ്മിക്കാം. ഫസ്റ്റ് ഉദാഹരണം, നിൻ്റെ സ്കൂളിൽ എന്ത് പരിപാടിയാണ് ഉള്ളത്? അപ്പോൾ എന്തിന് വാട്ട് പ്രോഗ്രാം ഈസ് ദർ ഇൻ യുവർ സ്കൂൾ. വാട്ട് പ്രോഗ്രാം ഈസ് ദർ ഇൻ യുവർ സ്കൂൾ. മറ്റൊരു ചോദ്യം ഉണ്ടാക്കാം. നിൻ്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? എത്ര അല്ലേന് ഹൗ മെനി. ഹൗ മെനി members ആർ ദർ ഇൻ യുവർ ഹോം. ഹൗ മെനി members ആർ ദർ ഇൻ യുവർ ഹോം. പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു ടു ഓൾ.